എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെറിയ ചെറിയ പണികൾ എൻ്റെ ഗാർഡനിൽ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ആദ്യം ഞാൻ പീസ് ലില്ലിയാണ് നടുന്നത്. എനിക്കിത് രാവിലെ അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അതൊന്ന് നട്ട് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉണ്ടായിരുന്ന ഹൈഡ്രാഞ്ചിയ നട്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഹൈഡ്രാഞ്ചിയ മാത്രമേ എപ്പോഴും പൂവിടുന്നില്ല. എപ്പോഴും നല്ല ഫസ്റ്റ് നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്തെ പൂവേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ അപ്പോൾ ഞാനതൊന്ന് മാറ്റി നട്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന ഗാർഡന് കുറച്ച് പുല്ല് വെച്ചിട്ടുണ്ടായിരുന്നു തെങ്ങിൻ്റെ ചുവട്ടിൽ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി. അവിടെ എല്ലാം മറ്റേ ടേർട്ടിൽ വൈനൊക്കെ പടർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയേ. ഇതിപ്പം എപ്പോഴെങ്കിലും ചട്ടിയിലോട്ട് മാറ്റാമെന്നുള്ളതിൽ അത് അവിടെ നിന്ന് പറിച്ച് കളയാണ്ട് വെച്ചിരുന്നതാണ്. ഇത് ഞാൻ ഇപ്രാവശ്യം അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയേക്കാം. എപ്പോഴും ഇന്ന് അങ്ങനെ ഒന്ന് വൃത്തികേടായിട്ടിരിക്കൂലേ. അപ്പോൾ ഓരോ ഭാഗമായിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കുറച്ചുകൂടെ പുല്ല് കിളിർത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു സ്ക്വയർ ഫീറ്റിലുള്ള ഒരു ചെറിയ ഷീറ്റ് വാങ്ങിച്ചിട്ടതാണ്. ഇപ്പോൾ പടർന്നിട്ട് കുറേ ദൂരത്തോട്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ടാൽ നല്ല ഭംഗിയിലിരുന്നോളുമല്ലോ. എനിക്ക് ആ ഭാഗം മൊത്തം ഗ്രാസ് വളർത്തണം എന്നാണ് ഉള്ളത്. അപ്പം അങ്ങനെ കുറേശ്ശെ ഇട്ട് അല്ലാണ്ട് നമ്മൾ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് അങ്ങനെ ഒരു ഷീറ്റ് മാത്രം ഇട്ട് പടർത്തിയെടുക്കുന്നത്. കുറച്ച് സമയം കൊണ്ടാണെങ്കിലും ഒന്ന് വൃത്തിയാക്കി കിട്ടണമെന്ന് അത്രേ വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ ആളെയൊക്കെ വെച്ച് ചെയ്താൽ ഒരുമിച്ച് ചെയ്യുമ്പോൾ ഇച്ചിരി എക്സ്പെൻസ് ആവില്ല. അതുകൊണ്ട് അതൊന്നും വേണ്ട, പറ്റുന്ന പോലെ ഒന്ന് ചെറുതായിട്ട് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ കുറച്ച് പെബിൾസൊക്കെ ഇട്ട് ഒന്ന് ഭംഗിയാക്കണമെന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് നടക്കില്ല. ഞാൻ തന്നെ ചെയ്യാമെന്നുള്ളതിലാണ്. എനിക്ക് ഗാർഡൻ ഞാൻ തന്നെ ശരിയാക്കിയാലേ എനിക്കൊരു മനസ്സിന് സമാധാനം വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് ഇത്ര നീണ്ടു പോകുന്നത്. എനിക്ക് സമയം കിട്ടുന്നത് കുറവാണ് മൊത്തം ചെയ്യണമെങ്കിൽ. അപ്പോൾ എനിക്ക് നടുന്ന സ്ഥലം കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ അത് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. കുറച്ച് കൂടുതൽ ചെടിയും വേണം. എൻ്റെ അടുത്ത് നിൽക്കുന്ന ചെടികൾ കുറേ ചെടികളുണ്ട്, പക്ഷേ അത്രയ്ക്ക് തോന്നൂല കാണുമ്പം, കുറേ സ്ഥലം ഉള്ളതുകൊണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് നട്ട് ഭംഗിയാക്കണമെങ്കിലും നമുക്ക് അതിനനുസരിച്ചുള്ള സമയം കുറച്ച് സമയം ചിലവഴിക്കേണ്ടി വരും. പിന്നെ പതുക്കെ പറ്റുന്ന പോലെ കുറേശ്ശെയൊക്കെ ഒന്ന് ചെയ്ത് തീർക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഈ മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്തോട്ട് ഇറങ്ങാൻ ഇച്ചിരി മടിയായിരിക്കും. ചെടികളെല്ലാം ഒന്ന് നോക്കണമെങ്കിലും ഷെയ്ഡിലൊക്കെ എടുത്ത് വെക്കണം, പലതും പോകാതെ. ഇപ്പം തന്നെയാണ് മഴ വന്നു കഴിഞ്ഞിട്ട് 1-2 എണ്ണമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ട് അപ്പുറത്ത് തെങ്ങിൻ്റെ ചോട്ടിലാണ് ഇടുന്നത്. അപ്പോൾ അവിടെ കിടന്നാലും കുറച്ചൊക്കെ കിളുത്ത് കിട്ടും. ആ ഭാഗം ഒന്ന് ഗ്രാസ് നടണമെന്നുണ്ട്. ഫസ്റ്റ് വീട് വെച്ച സമയത്ത് ഇപ്പം കാർ ഷെഡൊക്കെ ആക്കിയ സ്ഥലത്തെല്ലാം ഗ്രാസ് വെച്ചിരിക്കുമായിരുന്നു. അങ്ങ് റോഡ് വരെ 2 സൈഡിലായിട്ട് ഗ്രാസ് വെച്ചതൊക്കെ ആയിരുന്നു. എന്നിട്ട് കുറച്ചൊക്കെ ചെടിയും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം ചെതിൽ കയറിയൊക്കെ പോകുന്നതുകൊണ്ട് ഗ്രാസ് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് മണ്ണ് മൊത്തം ഇളക്കി കളഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചെടി മാത്രമേ വെക്കുന്നുണ്ടായിരുന്നുള്ളൂ. ചട്ടിയിലാക്കി അങ്ങനെ ചെടി മാത്രം വെച്ച് കുറച്ചൊക്കെ നിലത്ത് നട്ട് അങ്ങനെയാണ് ഇരുന്നത്. പക്ഷേ അന്ന് ഗ്രാസ് വെച്ചപ്പോൾ ഉണ്ടായിരുന്ന അത്രയും ഭംഗി പിന്നീട് ഇത് നിൽക്കുമ്പോൾ കാണുമ്പോൾ അത്രയും തോന്നുന്നില്ല. അപ്പോൾ എനിക്ക് പിന്നെ ഒന്നുകൂടെ വെക്കണമെന്നുണ്ട്. അതും ഈ പേൾ ഗ്രാസ് തന്നെ വെക്കണമെന്നുണ്ട്. നേരത്തെ വെച്ചിരുന്നത് പേൾ ഗ്രാസ് അല്ല, മറ്റേതിൻ്റെ പേര് മെക്സിക്കൻ ഗ്രാസ് എന്തോ, എനിക്ക് അതിൻ്റെ പേര് അത്ര അറിയത്തില്ല. ഒരു സൈഡിലൊരു കുളമൊക്കെ ഉണ്ടായിരുന്നു, അതിനകത്ത് ആമ്പലൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു, കുറേ ഗപ്പികളുണ്ടായിരുന്നു, അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത്. അത് മാവ് നട്ടപ്പോൾ അതിൻ്റെ വേരിറങ്ങിയിട്ട് കുളം കളയേണ്ടി വന്നു. വെള്ളം നിൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതും ഇളക്കി കളഞ്ഞു. അങ്ങനെ അവിടെ പിന്നെ മരങ്ങളെല്ലാം വലുതായപ്പോഴത്തേന് പിന്നെ ഒരു ഭംഗി കുറഞ്ഞു. അവിടെ മൊത്തം അടഞ്ഞ പോലെയായേ. പിന്നെ അവിടെ ഗ്രാസും ഇല്ലായിരുന്നില്ല, ഇളക്കി പറിച്ച് കളഞ്ഞായിരുന്നു. ഇനിയൊന്ന് വീണ്ടും നട്ട് മരമൊക്കെ ഒന്ന് പൊങ്ങി കഴിയുമ്പോൾ അവിടെ സപ്പോട്ടയും മാവൊക്കെ വളർന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വളർന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ അടിഭാഗത്ത് നല്ല ഗ്രാസൊക്കെ ഇട്ട് ഒരു ടേബിളൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ വെക്കണമെന്നൊരാഗ്രഹമുണ്ട്. കുറച്ചുകൂടി ഒന്ന് ഹൈറ്റ് വെച്ച് അപ്പോഴത്തേന് ഒന്നെങ്കിൽ ഗ്രാസ് ഇടണം, അല്ലെങ്കിൽ പിന്നെ ആ പെബിൾസ് കുറച്ച് നല്ലപോലെ മണൽ വിരിച്ച പോലത്തെ അത് മണലരിക്കുന്നിടത്ത് കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ കുറച്ച് മണലായിട്ട് കുറച്ച് കല്ല് പോലുള്ളത് അത് ഇറക്കിയിടണമെന്നുണ്ട്. പിന്നെ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം അത്ര ഭംഗിയൊന്നും ആയിട്ടില്ല. അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് മണ്ണ് കയറി പിടിച്ചുകൊണ്ട് കുറച്ചുകൂടി ഒന്ന് തേച്ച് കഴുകിയിടണം. അപ്പം ഞാൻ ഇന്ന് എൻ്റെ അടുത്തുള്ളൊരു ചെടിയും കൂടെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഇത് മുറികൂട്ടി എന്നൊക്കെ പറയുന്ന ആ ചെടിയാണ്. ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടൊക്കെ വളർത്താനാണ് നല്ലതാണ്. പിന്നെ കുറച്ച് പടർന്നൊക്കെ നിൽക്കുന്നതുകൊണ്ട് കുറച്ച് നമ്മൾ നിലത്ത് പടർത്തി വളർത്തുന്നിടത്താണേലും നല്ലപോലെ നിൽക്കും. അപ്പോൾ ഇതൊരു മരുന്നുമാണ്, കാണാൻ നല്ലൊരു ഭംഗിയുള്ള ചെടിയാണ്.